ഗൈസ് ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയോ? ഇത് July 4th എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. എൻ്റെ മോസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അമ്മ അപ്പോൾ വേറെ ഒന്നുമല്ല ഗൈസ്, എനിക്ക് മോസ്റ്റ് ഹാപ്പിയാണ് ഞാൻ, വേറെ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ എനിക്ക് മോസ്റ്റ് ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഗൈസേ. അമ്മേ ഇന്നലെയാണ് കേട്ടോ ഗൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് എന്തായാലും നമ്മുടെ ബർത്ത്ഡേക്ക് തന്നെ അൺബോക്സ് ചെയ്യാൻ തന്നെയാണ് ഓർത്തത്. അപ്പോൾ മോസ്റ്റ് ആയിട്ട് ഇന്നലെയാണ് ഗൈസ് എൻ്റെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് എനിക്ക്. അമ്മ എനിക്കതാണെങ്കിൽ കിട്ടിയപാടെ എനിക്ക് ഒന്നുമില്ല, എനിക്ക് അപ്പോൾ തന്നെ അൺബോക്സ് ചെയ്യണം, ആ ഒരു ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നമ്മുടെ ബർത്ത്ഡേക്ക് തന്നെ അൺബോക്സ് ചെയ്യാൻ തന്നെ ഞാൻ ഓർത്തു കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ എഴുതുമ്പോൾ എനിക്ക് ഉറക്കം പോലും കിട്ടിയിട്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പാടെ ഞാൻ ഓർത്ത് അയ്യോ ഗിഫ്റ്റില്ലേ, ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യേണ്ടതാണ് ഗൈസ് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ അത് മോസ്റ്റായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണ്. ബർത്ത്ഡേക്ക് എന്നല്ല നമുക്ക് ഗിഫ്റ്റ് കിട്ടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യമാണ് ഗൈസ്. എന്നെയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം, ഒരു വലിയ ബിഗ് മോസ്റ്റ് സന്തോഷം തന്നെയാണ് ഗൈസ്. അമ്മയോ അപ്പം നിങ്ങൾക്ക് ആർക്കും ഗിഫ്റ്റ് കാണണ്ടേ ഗൈസ്? മോസ്റ്റായിട്ട് ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എല്ലാവർക്കും മോസ്റ്റായിട്ട് എൻ്റെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ നോക്കി ഗൈസ്, ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്, കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അത് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഹാൻഡിൽ വിത്ത് കെയർ ഡോണ്ട് ഷേക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാണ് തന്നെ ഞാൻ അത്രയും നോക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. പുറത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ പുറത്ത് ഭയങ്കര മഴ, നോക്കി എൻ്റെ ചുറ്റി സഞ്ചികളാണ്, അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും സൂക്ഷ്മതയോടെയാണ് കേട്ടോ ഗൈസ് എൻ്റെ ഗിഫ്റ്റ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. ഓക്കെ ഇത് കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ മോസ്റ്റായിട്ട് എൻ്റെ പേരിലാണ് ഈ ഗിഫ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, മോസ്റ്റായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത് നന്ദഗോപൻ എന്ന് പറഞ്ഞൊരു ആളാണ് ഗൈസ്. അമ്മ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ പറയുക, എനിക്ക് എന്താ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്തായാലും എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും ഗിഫ്റ്റ് കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യമല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എന്താ പറയുക ഇത്രയും മോസ്റ്റായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും എന്താ പറയുക എന്തായാലും മോസ്റ്റായിട്ടുണ്ട് ഗൈസ്. അമ്മ അപ്പോൾ എനിക്കിനി വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതാക്കാം മോസ്റ്റായിട്ട് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്ക് ചെയ്യാട്ടോ ഗൈസ്. അപ്പം ഞാൻ വേറെ ഒന്നുമല്ല ഗൈസ്, ഇത് ഗൈസ് എമർജൻസി അല്ല, ഇത് നമ്മുടെ ലൈറ്റ് ഇത് ഇവിടെ ഓഫായിട്ടുണ്ട്. നമുക്ക് അയ്യോ ബർത്ത്ഡേസ് മറ്റേ ലൈറ്റാണ്, പല ടൈപ്പ് ഉണ്ടാവും കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം മോസ്റ്റായിട്ട് എന്നുവെച്ചാൽ ലൈറ്റ് ഇവിടെ ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലെടുത്തു മടി വെച്ചിട്ടുണ്ട്. ഡോണ്ട് ഷേക്ക് നല്ല ഞാൻ കുലിക്ക് നോക്കിയാൽ അപ്പോൾ ഡോണ്ട് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വേഗം അൺബോക്സ്. അയ്യോ ഗൈസ് അപ്പോൾ നോക്കി ഞാനിത് പുറത്തെത്തി ഒരു സെക്ഷൻ ഇതൊരു നമ്മൾ പൊളിച്ച് ഇവിടെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതിവിടെ മാറ്റി വെക്കാവേ. വാ അപ്പോൾ നമ്മളിത് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അയ്യോ ഗൈസ് അപ്പോൾ നോക്ക് എൻ്റെ ബർത്ത്ഡേ ബോക്സിനുള്ള മോസ്റ്റ് സംഭവം എഴുതിയിട്ടുണ്ട്. അമ്മ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമുണ്ട്, വേറെ പറയണത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് എന്താണ് ഇവിടെ മോസ്റ്റായിട്ട് അമ്മ എഴുതിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ വേറെ കാര്യമുണ്ട്, ഈ മോസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ലെറ്റർ ഒരു കത്തും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അമ്മ ഈ കത്തൊക്കെ വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര കാര്യമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ ഗൈസ് നോക്ക് ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾ കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയറസ്റ്റ് സ്വീറ്റ് ഓൺ പൊങ്കളി. അമ്മേ നോക്കതേ ബ്രാക്കറ്റിലായിട്ട് പങ്കജം മഹർഷി എന്നുമുണ്ട് ഗൈസ്. അപ്പോൾ നോക്ക് മോസ്റ്റായിട്ട് ഒരു ലെറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് എന്താക്കാം, മോസ്റ്റായിട്ട് നമുക്കത് വായിച്ച് നോക്കാം. എനിക്ക് എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല ഗൈസ്, നല്ല മോസ്റ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ മോസ്റ്റായിട്ട് ഇവിടെ എഴുതിയേക്കുന്നത്, ഒന്നും കൂടി വായിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയറസ്റ്റ് സ്വീറ്റ് ഓൺ പൊങ്കളി പങ്കജം മഹർഷി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താക്കാം, നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ ലെറ്റർ നമുക്ക് ലെറ്റർ നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് നമുക്ക് അറിയത്തില്ല, നമുക്ക് മോസ്റ്റായിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ ഞാനിത് വായിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ ഇതിവിടെ നമുക്ക് വായിച്ച് നോക്കാം കേട്ടോ എൻ്റെ ഗൈസേ. അമ്മ ഇത് കണ്ടില്ലേ ഗൈസേ മോസ്റ്റായിട്ട് കണ്ടില്ലേ, നല്ല ബിഗ് മോസ്റ്റ്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം കേട്ടോ ഗൈസേ മോസ്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒന്ന് ഇവിടെ വെക്കാം, വായിക്കാം. സ്വന്തം പൂങ്കളിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഈ തവണ ഗിഫ്റ്റ് അയക്കണമെന്ന്. അമ്മയെ അതെന്തായാലും മോസ്റ്റായിട്ടുണ്ട് കേട്ടോ. മനസ്സിൽ ഇതിലും വലിയ ഒരെണ്ണം ആയിരുന്നു, അധികം താമസിക്കാതെ അതുമെത്തും.
അവേ എന്തായാലും മോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് തന്നെ ബിഗ് മോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ജൂലൈ 4 തന്നെ എത്തുമോ എന്നറിയില്ല. എന്തായാലും ജൂലൈ 4 ജൂലൈ 3 തന്നെ കൈ കിട്ടി. ജൂലൈ 4 എനിക്ക് അത് അൺബോക്സ് ചെയ്യാനും പറ്റുന്നത്. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എത്തിയാൽ ഒരുപാട് സന്തോഷം. അതായത് ഒരുപാട് എൻ്റെ കയ്യിൽ അത് എത്തിയിട്ടുണ്ട്. മോസ്റ്റായിട്ട് എന്താ പറയണത് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട്. അത്രയ്ക്ക് സന്തോഷം. മനസ്സ് ഫുൾ നിറഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു എമർജൻസി ഓഫായിട്ടുണ്ട്. ഇനി അതും കൂടി എപ്പോഴും ഓഫാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം കേട്ടോ. ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു പങ്കജ മഹർഷിയും എല്ലാവരും. ആണല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം ഇത് കേട്ടതിൽ. അത്രമാത്രം അഡിക്റ്റായി. അമ്മേ മോസ്റ്റ് ആയിട്ടുണ്ടല്ലോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ കളിയും ചിരിയും വീടും പരിസരവും എല്ലാം ഇപ്പോൾ എൻ്റേതും കൂടിയായി മാറിക്കഴിഞ്ഞ പോലെയാണ്. അമ്മേ ആണല്ലേ. എന്തായാലും ഒന്നും പറയാനുള്ളത് കേട്ടാൽ ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും ഇത് കേൾക്കുമ്പോൾ ഗൈസ് മനസ്സ് ഭയങ്കരമായിട്ട് നിറയുകയാണ് കേട്ടോ. എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് സന്തോഷമായിട്ട് അത്രയ്ക്ക് മോസ്റ്റായിട്ടുള്ള എന്താ പറയുക സന്തോഷമുണ്ട്. ബിഗ് മോസ്റ്റാണ്. അധികം താമസിക്കാതെ തന്നെ എല്ലാവരെയും നേരിൽ കാണുവാൻ സാധിക്കും. ആഹാ, അതെന്തായാലും മോസ്റ്റായിട്ടോ. ബിഗ് മോസ്റ്റ് തന്നെ. ഇനിയും ഇതുപോലെ 100 ജന്മദിനം ആഘോഷിക്കുവാൻ ഭാഗ്യമുണ്ടാവട്ടെ. ഓ താങ്ക് യു സോ മച്ച്. അതെ എന്തായാലും മോസ്റ്റായിട്ടുണ്ട്. പൂക്കളുടെ റാണിക്ക് ശങ്കരാശ്ശേരി തറവാട്ടിലെ പങ്കജ മഹർഷിക്ക് പങ്കുവിന് പങ്കപ്പന് പൂമ്പാറ്റയ്ക്ക് സ്വന്തം പൂങ്കിളിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഓൺ എന്ന് സ്വന്തം നന്ദഗോപേ. സത്യം പറഞ്ഞ എല്ലാ കാര്യവും ഈ ഒരു എന്താ പറയുക ഈ ഒരു കത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാലും എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഗൈസ്. എന്താ പറയണത് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് ഒരു സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച്. മോസ്റ്റ് പങ്കജ മഹർഷിക്ക് ബിഗ് മോസ്റ്റായിട്ട് മനസ്സ് നന്നിട്ടുണ്ട്. മോസ്റ്റായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ മോസ്റ്റായിട്ടുള്ള കത്ത് ഞാൻ സേഫാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നേരെ നമുക്ക് എന്താക്കുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക മോസ്റ്റുള്ള ഇൻട്രൊഡക്ഷൻ ആണോ. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ ഗിഫ്റ്റ് ഞാനിത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടല്ലേ ഗൈസ്. അമ്മ ഗിഫ്റ്റ് ബോക്സ് ഇതിൻ്റെ പുറത്തെത്തിയ കവർ നല്ല രസമില്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഗൈസ് മോസ്റ്റായിട്ട് എന്താ പറയുക ഗിഫ്റ്റിൻ്റെ ഈ പുറത്തെത്തി കവർ കളയില്ല. കാരണം പല ടൈപ്പുള്ള കവറല്ലേ. എന്നിട്ട് അത് എടുത്ത് വയ്ക്കും. ഞങ്ങൾ 3 പേരും അതെ കേട്ടോ. ആർക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ ആ ഒരു കവർ എടുത്ത് വയ്ക്കും. അത് സൂക്ഷിച്ച് വെക്കും. അത് ഭയങ്കര ഇതാണ്. കാരണം അത് കാണാൻ തന്നെ നല്ല മോസ്റ്റ് ഭംഗിയാണല്ലോ ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമുക്കിനി മോസ്റ്റായിട്ട് എന്താക്കാം നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കത്രിക എത്താൻ ഭയങ്കര അടിയാണ്. കാരണം ഇവിടുത്തെ കത്രികയുടെ സ്പെഷ്യാലിറ്റി ആണ് കൈ മുറിയും, പക്ഷെ സാധനം ഒന്നും മുറിച്ച് ഇല പോലും മുറിയില്ല. അതാണ് ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി ഗൈസ്, ഇങ്ങനെ പറഞ്ഞില്ലേ ഈ കവറൊന്നും ഒരിക്കലും കളയാൻ തോന്നില്ല. കാരണം ഇതൊക്കെ ഒരു മെമ്മറിയാണ്. പോരാത്തതിന് ഇതൊക്കെ മോസ്റ്റായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക കവറാണ് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്ക് ഗൈസ് നോക്ക്. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി എന്താ പറയുക ഒരു അടിപൊളി ബോക്സ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഒരു എമർജൻസി ഓണായി ഓഫായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അതാകെ അവസ്ഥയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടുന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ നോക്ക്. അതാണ് കത്തിരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് മോസ്റ്റായിട്ട് ഇത് കൊടുക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ മുഴുവൻ ഇത് കംപ്ലീറ്റ്ലി ഇവിടെ സെലോ ടേപ്പ് അത് ഞാൻ ആകിയിട്ടുണ്ട്. അയ്യോ അടിപൊളി മോസ്റ്റ് ഗൈസ്. അപ്പോൾ നോക്ക് ശരിക്കും ബർത്ത്ഡേ ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ആട്ടോ ഗൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യും. നമുക്കിത് മുഴുവൻ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്,
ഗൈസ് ഇത് നോക്ക് ഗൈസ്, അടിപൊളിയായിട്ടില്ലേ, മോസ്റ്റ് ആയിട്ടില്ലേ. ശരിക്കും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് മനസ്സിലോർക്കുന്ന ഒരു കാര്യം. ശരിക്കും ഇങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലോർക്കുന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണത്. കണ്ടില്ലേ ഇവിടെ ഫ്രണ്ടിലൊരു ബോയ്ക്കായിട്ട് ഇത് തന്നെയാണ് ഈ സമയം. സോറി കാണാൻ ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് നിങ്ങൾ കണ്ടില്ലേ ഗായ്സേ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് മോസ്റ്റ് ആയിട്ട് ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് പോവാനിട്ടോ ഗായ്സേ. അപ്പോൾ ഞാൻ മോസ്റ്റ് ആയിട്ട് അഴിച്ചിട്ടുണ്ടല്ലോ. അമ്മേ, നമുക്ക് നോക്കിയാലോ എന്താന്ന് ഉള്ളിലുണ്ടാന്ന് നോക്കാം. 3, 2, 1 ഗായ്സ്. അപ്പം നമുക്ക് മോസ്റ്റ് ആയിട്ട് നോക്കാം നമ്മുടെ ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ എന്താന്ന്. ഇതെന്താ നിങ്ങൾ കണ്ടോ? അമ്മേ ഞാൻ നോക്കട്ടെ. അമ്മേ ഗായ്സ് ശരിക്കും ഒരു ബർത്ത്ഡേ ബോക്സ് ആണ് കേട്ടോ ഗായ്സ് ഇത്. അയ്യോ നോക്കിക്കേ ഗായ്സ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഗായ്സ്. അമ്മേ ഗായ്സേ, അമ്മേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ ഓക്കെ ഗായ്സ് നോക്ക്, ശരിക്കും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിതോട്ടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അമ്മേ അയ്യോ ഞാനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല അമ്മേ. അമ്മേ എൻ്റെ ഗായ്സ്, എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നത് കേട്ടോ അമ്മേ. ഞാൻ കുറേ ആഗ്രഹിച്ചത്, അത് ഏറ്റവും വലിയ കാര്യം. ഞാൻ ആഗ്രഹിച്ചായിരുന്നു കേട്ടോ ഗായ്സ്, ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് എനിക്ക് വേണം, കുറേ ഐറ്റംസ് ഉൾപ്പെടുന്ന ഒരു ഗിഫ്റ്റ് എനിക്ക് വേണം, ഞാൻ മോസ്റ്റ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് ഇവിടെ ഫസ്റ്റ് എന്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നോക്ക് ഗായ്സ്, ഓരോ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് എന്താ ചെയിനും എന്തോ ലോക്കറ്റ് ആണ് കേട്ടോ ഗായ്സ്. അമ്മേ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഗായ്സ്. അമ്മേ എനിക്ക് വയ്യ അമ്മേ, ചോക്ലേറ്റ്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഗായ്സ്. ഇപ്പോൾ 1 by 1 ആയിട്ട് ഓരോന്നും ഞാൻ നിങ്ങളെ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ 1 by 1 ആയിട്ട് നിങ്ങളെ ഞാൻ ഈ ഗിഫ്റ്റിൽ ഉള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഗായ്സേ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഇതേ നമ്മുടെ ഈ റോസ് ആണ് കേട്ടോ ഗായ്സ്. നല്ല രസമുണ്ട് കേട്ടോ ഗായ്സ് ഈ റോസ് കാണാനായിട്ട്. നിങ്ങൾ കണ്ടില്ലേ, നല്ല രസമില്ല, മോസ്റ്റ് ആയിട്ടുണ്ട് ഈ റോസ് കാണാനായിട്ട്. ഞാൻ ഒരെണ്ണം ഇങ്ങനത്തെ എൻ്റെ കയ്യിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മോസ്റ്റ് എനിക്കതിപ്പോൾ കിട്ടി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുക ഗായ്സ്. അമ്മ ഇത് നോക്ക്, അയ്യോ ഞെങ്ങുന്നതല്ല കേട്ടോ. അപ്പോൾ നോക്ക് ടെസ്റ്റ് ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിത് ഒരു കാര്യം ചെയ്യാം, ഇവിടെ വയ്ക്കാം. എങ്ങനെയുണ്ട്, മോസ്റ്റ് ആയിട്ടില്ലേ? എങ്ങനെയുണ്ട്, ഇത് മോസ്റ്റ് ആയിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഗൈസ് എൻ്റെ ആദ്യം കണ്ടു ഒരു സാധനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരേണ്ട പോകുന്നത്. വേറെ ഒന്നുമല്ല ഗൈസേ, നോക്ക് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഗൈസേ, നമ്മുടെ പാണ്ട ആണ് കേട്ടോ ഗൈസേ. അമ്മയെ നോക്ക്, നമ്മുടെ സ്കാർഫൊക്കെ കെട്ടി നല്ല അടിപൊളി പാണ്ടയാണ്. അമ്മയിൽ മുഖം നോക്കി എവിടെയാണ് നമ്മുടെ പൂച്ചക്കോട്ടൻ്റെ മുഖം പോലെ പോകുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഈ പാണ്ടനെ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണില്ല, ഇവൻ്റെ സ്പെഷ്യൽ നല്ല ബ്ലം ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായോ. ഞാൻ എമർജൻസി ഒന്ന് ഓഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം മോസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ തിളങ്ങും. നോക്കി ഗൈസ്, ഓൺ ഓഫ് ഇവിടെ ഉണ്ട്. ഇവൻ നല്ല ഗോൾഡൻ കളർ നല്ല മിന്നി തിളങ്ങുന്ന ഒരുത്തനാണ് ഗൈസ്. ഞാനത് ഒരുപാട് ആഗ്രഹിച്ചൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ ഗൈസ്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ഗിഫ്റ്റായിരുന്നു ഇങ്ങനെ തിളങ്ങുന്നത്. നമ്മുടെ എന്താ പറയുക നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരാളിങ്ങനെയുള്ളത്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഇവനെ കണ്ട് പഠിക്കാറ്, കാരണം ലൈറ്റും ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല മോസ്റ്റ് ആയിരിക്കും. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് മോസ്റ്റ് അടുത്ത് കിട്ടി. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, എനിക്ക് അറിയത്തില്ല എൻ്റെ ഗൈസ്. ഞാൻ ഒരുപാട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്, എനിക്കറിയില്ല. ഓക്കെ, അപ്പം നമ്മുടെ പാണ്ടക്കൂട്ടനെ ഞാൻ അതേ മാറ്റിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എടുക്കാം. അപ്പോൾ ഗൈസ് നോക്ക്, ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഗൈസ്. അയ്യോ നോക്ക്, ശരിക്കും റിയൽ ഫ്ലവേഴ്സാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, റോസ് എൻ്റെ ഫേവറേറ്റ് ഫ്ലവറാണ്. റോസും അതുപോലെ തന്നെ ലോട്ടസും, ആ 2 ഫ്ലവേഴ്സാണ് എൻ്റെ ഫേവറേറ്റ് ഫ്ലവേഴ്സ്. ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കും, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ലോട്ടസ് ഫ്ലവർ. അപ്പോൾ ഗൈസ് റോസും അതുപോലെ തന്നെയാണ് കേട്ടോ ഗൈസ്. നോക്ക്, ഒരുപാട് റോസ്, നല്ല മോസ്റ്റ് ആയിട്ട് റോസപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഐറ്റത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വേറെ ഒന്നുമല്ല, നമ്മുടെ ചോക്ലേറ്റ് ആണ് ഗൈസ്. ഇത് നമ്മുടെ 4 pack വരുന്നതാണ് കേട്ടോ ഗൈസ്. നോക്കിയത് കിറ്റ് കാറ്റ് ആണ് കേട്ടോ ഗൈസ്. മോസ്റ്റ് ആയിട്ട് ഒന്നുമില്ല,
തിന്നിട്ടുള്ള ബാക്കി കാര്യം. അപ്പം നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കിറ്റ്കാറ്റാണ് കഴിച്ചത്. മോസ്റ്റ് കണ്ടില്ലേ കണ്ടില്ലേ. അപ്പം നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇത് നമ്മുടെ മിൽക്കി ബാറാണ് കഴിച്ചത്. ഇത് കണ്ടില്ലേ, മോസ്റ്റ് ആയിട്ടുള്ള മിൽക്കി ബാറാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ ആളായിട്ടുള്ള നമ്മുടെ ആരാണ് കൈസ് മോസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ കൈസ്. എനിക്ക് തോന്നുന്നത് ഇളകിയിട്ടൊന്നും ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഡോൺ ഷേക്ക് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്നും പറ്റാതിരിക്കാനാണ് തോന്നുന്നത് ഒട്ടിയിട്ടുള്ളത്, അത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ ഡയറി മിൽക്കാണ് കൈസ് ഉള്ളത്. അമ്മേ നെക്സ്റ്റ് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള മഞ്ചാണ് കൈസ്. അമ്മേ മഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മഞ്ച് കുറച്ച് നല്ല ടേസ്റ്റാണ് കൈസ്. മഞ്ച് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. മഞ്ച് നല്ല ചോക്ലേറ്റ് ഐറ്റംസ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്, മോസ്റ്റ് ഫേവറേറ്റ് ആണ് കൈസ്. അപ്പോൾ കൈസ് മോസ്റ്റ് ആയിട്ട് ഇതുകൊണ്ട് അപ്പോൾ ഇനി നോക്കണ്ട. ഇനിയിപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ ഇത് ഫുൾ അറ്റാക്കാണ്, ഒന്നും പറയാനില്ല. വീണ്ടും ഒരുപാട് താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമായി, മോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, മോസ്റ്റ് ആയിട്ടുണ്ടല്ലേ ഗായ്സ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് നമുക്കൊരു പെർഫ്യൂമാണ് കേട്ടോ ഗായ്സ്. നല്ല പിങ്ക് കളറുള്ള പെർഫ്യൂമാണ്. അപ്പോൾ പെർഫ്യൂം കണ്ടാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കില്ല, കാരണം പെർഫ്യൂം എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം എപ്പോഴും എൻ്റെ കയ്യിൽ പെർഫ്യൂം ഉണ്ടാവും. കല്ല കൈയൊക്കെ മോസ്റ്റ് ആയിട്ട് തന്നെ എപ്പോഴും സെറ്റ് ആവും. അതാണ് തന്നെ എപ്പോഴും എൻ്റെ കൈ ഞാൻ പെർഫ്യൂം കൊണ്ടെടുക്കുക. അതുപോലെ സെൻറ്റ് അതെ, ഓക്കെ അതെ. അപ്പോൾ നമുക്ക് മോസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ മോസ്റ്റ് ആയിട്ട് ഇതിവിടെ അടിച്ചാണ്. ഈ അടിപൊളി. ഓ എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല. അമ്മ എന്താ സെലോ ടൈപ്പ് ഉണ്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ് കേസ്. അപ്പം ഓക്കെ അപ്പോൾ മോസ്റ്റ് ആയിട്ട് ഞാൻ പെർഫ്യൂമിൽ അടിച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കിയാലോ ഗൈസ്. നെക്സ്റ്റ് ആയിട്ട് നോക്ക് ഇതാണ് വന്നേക്കുന്നത്. ഇതിലൊരു എന്താ പറയുക ബ്രേസ്ലെറ്റും ഒരു ലോക്കറ്റും ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു നെക്ലസ് ടൈപ്പ് ലോക്കറ്റും ഉണ്ട് ഗൈസ്. സന്തോഷം കേട്ടിട്ട് എനിക്ക് പറയാൻ പോലും എനിക്ക് കിട്ടുന്നില്ല ഒന്ന്. അപ്പോൾ ഗൈസ് നമുക്കിത് മോസ്റ്റ് ആയിട്ട് ഇത് ഇവിടെ പുഷുന്നുണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പം നമുക്കിതിവിടെ അയ്യോ ഇതെന്താ തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. അപ്പം ഞാനത് ഓപ്പൺ ആക്കട്ടെ കേട്ടോ. ഓക്കെ അതേവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് നോക്ക് ഗൈസേ, മോസ്റ്റ് ആയിട്ട് ഇതിൽ വന്നേക്കുന്ന ഒരു മോസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ഇതാണ്. നിങ്ങൾ കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ ഗൈസേ. അമ്മേ സത്യം ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനത്തെ പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നോക്ക് ഗൈസേ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ പൊട്ടി പോലത്തെ ഇതുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇത് എൻ്റെ മോസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ. അപ്പോൾ ഞാൻ മോസ്റ്റ് ആയിട്ട് കയ്യിലിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആഹാ എങ്ങനെയുണ്ട് ഗൈസ്, എങ്ങനെയുണ്ട് കൈ ഇട്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇതെന്താ ഒരു കിച്ചൺ ആണ് ഗൈസ്. അത് വട എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ, മോസ്റ്റ് ആയിട്ടില്ലേ ഇല്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട വല്ലതും എന്നെ കഴിക്കാൻ ഷെയറും നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ കൂടെ തന്നെ അതേ മോസ്റ്റ് ആയിട്ടൊരു ബട്ടർഫ്ലൈൻ്റെ ഇതുള്ള ഒരു ചെറിയൊരു എന്താ പറയുക പെൻഡൻറ്റ് കൂടിയുണ്ട് കേട്ടോ ഗൈസ് മോസ്റ്റ് ആയിട്ട്. അപ്പം ഇതും കൂടി നമുക്ക് ഇടാമല്ലോ, നമുക്കിത് മോസ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ ഗൈസേ. അപ്പോൾ ഞാൻ എന്തായാലും ഇടട്ടെ. ഓക്കെ ഗായ്സ് നോക്ക്, ഞാൻ ചെയ്തു ഇവിടെ മോസ്റ്റ് ആയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്തൊക്കെ മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്, നല്ല അടിപൊളി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പം അമ്മേ ഗൈസ്, അപ്പം നെക്സ്റ്റ് ഐറ്റം വേറെ ഒന്നുമല്ല, നോക്കിക്കേ. ഓക്കെ ഈ ഒരു ഐറ്റമാണ് നെക്സ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എന്താണ് സംഭവം, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വേറെ ഒന്നുമല്ല, നമ്മുടെ മറ്റേ സംഭവമല്ലേ, ഇതിൻ്റെ ഉള്ളിൽ പേൾ എടുത്തിട്ട് ലോക്കറ്റാക്കി ഇടുന്ന അമ്മേ. എൻ്റെ ദൈവം ഞാൻ എങ്ങനെയാണ് പറയണത്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരുപാട് ഞാൻ ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു ഇത്. കാരണം അത് കഴുത്തിലിട്ട പേളും കൂടിയല്ലേ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. എനിക്ക് ബർത്ത്ഡേക്ക് തന്നെ കിട്ടും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച് അമ്മേ, എനിക്ക് മോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം വേറെ കാര്യം മറന്നുപോയി, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റായിട്ട് പറയാം. ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് ഇത് കഴുത്തിൽ വെയർ ചെയ്യുന്ന വീഡിയോ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് കാണാനായിട്ട് മറക്കരുത്. ഓൺ ദ വേ അതും വരും കേട്ടോ ഗൈസ്. അപ്പം ഞാനിതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാനിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മേ അടിപൊളിയായിട്ടുണ്ട്, നല്ല മോസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. മോസ്റ്റ് താങ്ക് യു സോ മച്ച്.
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു സെറ്റ് ഡ്രസ്സാണ് കേട്ടോ ഗായ്സേ. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഒരു ടോപ്പാണ് കേട്ടോ ഗൈസേ. ടോപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓ വാവ്, മോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസേ. നോക്ക്, നല്ല ഒരു പീച്ച് കളർ, പീച്ച് പോലത്തെ ലാവൻഡർ കളർ പോലത്തെ ഒരു ടോപ്പാണ് കേട്ടോ ഗൈസ് ഇവിടെ വന്നേക്കുന്നത്. നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ ഗൈസേ. ഇത് ഇവിടെ കുറച്ച് നല്ല അടിപൊളി വർക്ക്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസേ. ഈ ഡ്രസ്സിനും എല്ലാ ഐറ്റംസും നല്ലൊരു പെർഫ്യൂമിൻ്റെ നല്ലൊരു സ്മെല്ല് കേട്ടോ. എനിക്ക് ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ടോപ്പ് ഫസ്റ്റ് ഈ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു ടോപ്പാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക ഗൈസ്, ഒരു ജീൻസാണ് ഗൈസ്. നല്ല ബ്ലൂ കളറുള്ള ജീൻസാണ് നെക്സ്റ്റ് വന്നേക്കുന്നത്. അമ്മേ എനിക്ക് വയ്യ. നല്ല മോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് നോക്കിയിട്ട് നിങ്ങൾ നല്ല അടിപൊളി നല്ല ഡിസൈനൊക്കെ വന്നിട്ടുള്ളത് നോക്കുക ഗൈസ്. നല്ല അടിപൊളി ഒരു ജീൻസും അതുപോലെ തന്നെ ഒരു മോസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ് വന്നേക്കുന്നത്. അമ്മ എന്നെ അടിപൊളിയാണെന്നറിയുക ഗൈസേ. അമ്മ അപ്പോൾ ഇനി ഇതൊക്കെ വേറെ ആയിട്ടുള്ള നെക്സ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഓൺ ദ വേ വരുന്നുണ്ട് കേട്ടോ ഗൈസേ. അമ്മ എനിക്ക് വയ്യ. ഞാൻ എല്ലാത്തിലും ഒരുപാട് എക്സൈറ്റഡ് ആണ് ഗൈസ്. ഒന്നുമില്ല പറയാൻ. ഓക്കെ ഗൈസ്, അപ്പം ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൽ വന്നിട്ടുള്ളത്. എന്നാലും നമ്മുടെ ഓവറോൾ വ്യൂ എല്ലാത്തിൻ്റെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഗിഫ്റ്റിൽ മോസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ ഗൈസേ? മോസ്റ്റായിട്ട് മെയിൻ സംഭവം ഞാൻ വയ്ക്കാൻ മറന്നുപോയി. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് ഗൈസ് നമ്മുടെ ഗിഫ്റ്റിൽ മോസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇത് കണ്ടില്ലേ? എന്നാലും ഒന്നുമില്ല പറയാൻ, അടിപൊളിയായിട്ടുണ്ട്. ഒന്നുമില്ല പറയാൻ, മോസ്റ്റ് ആയിട്ടുണ്ട്, മോസ്റ്റ് സന്തോഷമായിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടില്ലേ? അമ്മ ഇനിയിപ്പം ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഒരു യുദ്ധത്തിൽ എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അമ്മേ ഒന്നുമില്ല പറയാൻ, ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി ഗൈസ്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിട്ടില്ലേ. ഫസ്റ്റ് വന്ന പാടതെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ പാടൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മോസ്റ്റായിട്ട് ഈ ഗിഫ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. ചേട്ടനോ ചേട്ടായാണോ അങ്കിളാണോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒരുപാട് താങ്ക് യു ഉണ്ട് പറഞ്ഞ് ഒരുപാട് താങ്ക് യു ഉണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് ശരിക്കും ഒരു ബർത്ത്ഡേ ഇപ്പോഴാണ് ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള കൂട്ടം നമുക്ക് ഇവനെ ഒന്ന് ഓൺ ആക്കാം കേട്ടോ. മോസ്റ്റ് ആയിട്ട് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ചുലുലുലുലുലുലു കൈസ്. അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴായിട്ടോ അറിയുന്നത്, വേറെ ഒന്നുമല്ല. ഞാൻ ഇവരെ കൊണ്ട് മെയിൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു ബിഗ് സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പം അയ്യോ കണ്ടില്ല, അവൻ്റെ ഇത് മാറുന്നുണ്ടോ ഗൈസ്? നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ഇവൻ്റെ ലൈറ്റ് മാറും ഗൈസ്. ഇത് കണ്ടോ? അമ്മേ ഗൈസ്, ഞാനിത് ഇപ്പോഴാണ് കേട്ടോ ഗൈസ് അറിയുന്നത്, വേറെ ഒന്നുമല്ല. കുഞ്ഞാച്ചി വന്നാണ് മനസ്സിലായിട്ടോ. കുഞ്ഞാച്ചി വന്നിട്ട് ഇവരെ തലക്കെട്ടൊരു അടി കൊടുത്തു, പാവൻ്റെ കുട്ടി. അപ്പം ഇവൻ അടിച്ചപ്പോഴാണ് ഇവൻ്റെ കളറ് മാറി. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അമ്മേ എനിക്കറിയില്ല, മോസ്റ്റ് സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട് ഗൈസ്. ഒന്നുമില്ല പറയാൻ. അമ്മേ എന്തായാലും ഒരുപാട് താങ്ക്. കാരണം ഞാൻ വലിയ കാര്യം പറയട്ടെ. വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ഞാൻ വലിയ കാര്യം പറയുന്നു. അപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യവും, ഞാൻ മനസ്സിൽ എന്തൊക്കെ മോസ്റ്റായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമുണ്ടോ അതെല്ലാം എനിക്ക് ഗിഫ്റ്റിൽ മോസ്റ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അമ്മേ എനിക്കറിയില്ല എന്താ പറയേണ്ടത്. മനസ്സിലാഗ്രഹിച്ച എനിക്കറിയത്തില്ല. എന്നാലും എങ്ങനെയാണ് എൻ്റെ മനസ്സിങ്ങനെ വായിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് ഗിഫ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും താങ്ക് യു സോ മച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് ഇത്രയും ഗിഫ്റ്റ്സ് കിട്ടുന്നത്. ഒരുപാട് താങ്ക് യു ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പേളിൻ്റെ മോസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ്റെ കഴുത്തിൽ അണിയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും മോസ്റ്റ് ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഒരുപാട് താങ്ക് യു എന്ന് പറഞ്ഞാൽ ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ് അമ്മ തുറമ്പണോ മിസ്സറാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടാം. അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാം, നമ്മുടെ പേൾ അൺബോക്സിങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാ ഗൈസിനും ബൈ ബൈ.